കഴിഞ്ഞ ദിവസം ഞാനേ ഒരു ഒരു വീഡിയോ ഇട്ടായിരുന്നു. അന്നേരം കുറച്ച് പേര് സംഘടിതമായി എന്നെ റോക്കറ്റിൽ കയറ്റി ശൂന്യാകാശത്തോട്ട് വിട്ടു. കുറച്ചു നേരം മുന്നേ ഞാൻ താഴെ വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രെൻഫോർഡും തമ്മിൽ നടന്ന ഒരു മാച്ച് ഞാൻ കണ്ടു. ഇതുപോലെ ഫാൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫുട്ബോൾ ടീം ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇത്രയും ഹാർഡ് കോറായിട്ട് ഇത്രയും അഡ്മയർ ചെയ്യുന്ന ഫാൻസിനെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫുട്ബോൾ ടീം പോലും ലോകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അറിവിൽ ഏതായാലും ഇല്ല. 17ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രെൻഫോർഡാണ് നമ്മളെ ഇന്ന് തോപ്പിച്ചത്. നമ്മളെ തോപ്പിച്ച അമ്മമാർ നമ്മുടെ മേളിൽ കയറിപ്പോയി. ശരിക്കും ആരെ കുറ്റം പറയണം? പ്ലെയേഴ്സിനെ കുറ്റം പറയണോ? അമോറിമിനെ കുറ്റം പറയണോ? എല്ലാവരെയും കുറ്റം പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അമോറിമിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ബ്രെൻഫോർഡ് എന്ന് പറയുന്ന ടീം അവരുടെ കോച്ചിനെ നോക്കി. അവരുടെ കോച്ചെന്ന് പറയുന്നത് പുള്ളിക്ക് യാതൊരു മാനേജറിയൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനല്ല. പുള്ളി 6ാമത്തെ മാച്ചാണ് പുള്ളിയുടെ മാനേജറിയൽ കരിയറിൽ പുള്ളിയുടെ 6ാമത്തെ മാച്ചാണ് പുള്ളി കളിക്കുന്നത്. എന്നിട്ടും പുള്ളിയുടെ ടീം കളിച്ച ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ച് അതിനെതിരെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ആകുകയും ചെയ്തു. അവർ നമ്മുടെ ഹൈലൈൻ ഡിഫൻസിനെ എഗൻസ്റ്റ് ആയിട്ട് ലോങ് ബോൾ കളിക്കുന്നു. നമ്മുടെ മിഡ്ഫീൽഡിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി മിഡ്ഫീൽഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളെ ബ്രേക്ക് ചെയ്യുന്നു. അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് പോയി ഗോളുകൾ സ്കോർ ചെയ്യുന്നു. എന്തുകൊണ്ട് അമോറിമിന് പറ്റുന്നില്ല? അമോറിം ഇപ്പോൾ എത്ര മാച്ചായി? 33 മാച്ചായി യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് പറയാം. 33 മാച്ചിൽ നമ്മൾ 9 മാച്ചാണ് ജയിച്ചിരിക്കുന്നത്. 17 തോൽവി, 7 ഡ്രോയ്, 27% നമ്മുടെ വിൻ പെർസെൻറ്റേജ്. എനിക്ക് അമോറിമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ രീതി മുന്നോട്ട് പോയി ഞാൻ ഗ്രിംസ്ബി ടൗണിനോട് തോറ്റിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മൾ. പക്ഷെ മാനേജർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് റിസൾട്ട് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ ടീം, ഇന്നത്തെ ടീമിനെ നിങ്ങൾ നോക്കൂ. ഇന്നത്തെ ടീമിൽ നമ്മൾ ഈ ഹൈലൈൻ ഡിഫൻസ് കളിക്കും. ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോഴത്തേനും ഇവർ ലോങ് ബോൾസ് കളിക്കും. ആ രീതിയിൽ നമ്മളെ പലപ്പോഴും ട്രബിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന അമോറിം വീണ്ടും ഈ ഹൈലൈൻ ഡിഫൻസ് കളിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത ഡിഫൻഡേഴ്സിനെ കണ്ടു. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഏറ്റവും നല്ല റിക്കവറി പേസ് ഉള്ള നമ്മുടെ കയ്യിലുള്ള ഡിഫൻഡർ എന്ന് പറയുന്നത് ലെനി യോറോ ആണ്. അപ്പോൾ ലെനി യോറോയെ അവിടെ ബെഞ്ചിലിരുത്തിയിട്ട് ഈ മഗ്വയറിനെയും ലൂക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് ഹൈലൈൻ കളിക്കാൻ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഡിഫൻസീവ് ലൈനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോ ബ്ലോക്ക് കളിക്കാനുള്ളൊരു ശ്രമം അമോറിം നടത്തണം. കാരണം ഇതിൻ്റെ കാര്യത്തിൽ ഇവർ വീക്കാണ്. ഈ മാച്ച് ആഫ്റ്റർ മാച്ച് ഓരോ മാച്ചിലും ഇതുപോലെ ലോങ് ബോൾസ് അല്ലെങ്കിൽ ആ രീതിയിൽ ത്രെട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിൻ്റെ ബാക്കിലോട്ട് ആ ഒരു ത്രെട്ട് വരുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ ഡിഫൻസിൽ ആരെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡിവിജ്വലി അവരുടെ വീക്ക്നെസ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിൽ അമോറിമിനെ തെറ്റ് പറയേണ്ട കാര്യമില്ല. അവർ നടത്തുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിൽ അത് ഇന്നത്തെ മാച്ചിലും ഡിലിറ്റും മഗ്വയറും ഒക്കെ ഡിഫൻസിൽ ആ ഒരു മിസ്റ്റേക്ക് വരുത്തി. അപ്പോൾ ഇവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഒരു ഡിഫൻസീവ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം, ടാക്ടിക്കലി അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ള ഉത്തരവാദിത്വം അമോറിമിനുണ്ട്. അത് അമോറിം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അമോറിമിൻ്റെ ഭാഗത്തുള്ള തെറ്റ്. പിന്നെ ആ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് പ്ലേയേഴ്സ് ഇൻറ്റൻസിറ്റി കാണിക്കുന്നില്ല, ആ ഒരു സെക്കൻഡ് ബോൾസ്, തേർഡ് ബോൾസ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യത്തിലൊക്കെ മോശമാണ്. പിന്നെ ഇൻഡിവിജ്വലി ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഡിഫൻസ്, നമ്മുടെ മിഡ്ഫീൽഡ് മോശമാണ്. പലരും കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ഡിഫൻസിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്നാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ ഈ ഒരു പ്ലെയേഴ്സിനെ, ഈ ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ്, ഈ ഡിഫൻഡേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് ഹൈലൈൻ കളിക്കാൻ ബുദ്ധിമുട്ടും. ഏത് മാനേജർ വന്നാലും ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞ 3 അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗോളുകൾ സ്കോർ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ച നമ്മളാണ് മണ്ടന്മാർ. ഇത് ക്രിക്കറ്റ് അല്ല. ആരെങ്കിലും ഒരാൾ ഇടയ്ക്ക് വന്നിട്ട് ആ ഒരു ഓരോ ഓവറിൽ 6 6 അടിച്ച് ഗെയിം ഫുള്ള് ചേഞ്ച് ചെയ്യുന്ന പരിപാടി. ഇവിടെ നമുക്ക് ബാക്കിൽ നിന്ന് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അത്രയും ഹൈലൈൻ ഡിഫെൻഡ് ചെയ്യാൻ അതിന് പ്രത്യേകം സ്കിൽ സെറ്റുള്ള ഡിഫൻഡേഴ്സ് വേണം. അതുപോലെ ബാക്കിൽ നിന്ന് ആ ഒരു എന്നാ പറയുന്നത് ലൈൻ സ്പ്ലിറ്റിംഗ് പാസസ്, ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് വേണം. ഈ രീതിയിലാണ് പലരും ടീം ബിൽഡ് ചെയ്യുന്നത്.
മിഡ്ഫീൽഡ് എന്നാണ് നമുക്ക് മിഡ്ഫീൽഡ് ഇല്ല. അവിടെ ബ്രൂണോ ഫെർണാണ്ടസിന് 6ാമത്തെ മാച്ചിലും തുടർച്ചയായി കളിപ്പിക്കുക എന്ന് പറയുന്നത്, ബ്രൂണോ ഫെർണാണ്ടസ് 1 കളി 2 കളി 3 കളി മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാറ്റണ്ടേ അവിടുന്ന് ആ ഒരു പൊസിഷനിൽ നിന്ന്. അത് അമോറിമിൻ്റെ തെറ്റാണത്. ഇപ്പം ആ രീതിയിൽ ഇവൻ ഗെയിമിൽ ഇൻവോൾവ് ആകാൻ അവന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൻ്റെ കോൺഫിഡൻസ് മോശമാണ്. അത് അവൻ്റെ എന്നാ പറയുന്നത്, ഈ പെനാൽറ്റി ടേക്കിങ്ങിൽ വരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ബ്രൂണോ ഫെർണാണ്ടസ് ഇവിടെ നിൽക്കുമ്പോൾ മത്തയസ് കുണിയെ നമ്മൾ സൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. നമ്മുടെ ഇവിടെ വന്ന ഇൻകമിങ് പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ ഇവരായിരുന്നോ നമുക്ക് വേണ്ടത്? നമ്മുടെ ടീമിന് ഒരു ടീം എന്നുള്ള രീതിയിൽ ബാലൻസ് കിട്ടാൻ വേണ്ടി ഈ രീതിയിലുള്ള സൈനിങ്സ് ആയിരുന്നോ നമുക്ക് വേണ്ടത്? അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ടീമിൽ, അല്ലെങ്കിൽ നമ്മുടെ റീബിൽഡിങ്ങിൽ നമുക്കൊരു തിരിച്ചടി വന്നിട്ടില്ലേ? ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കേണ്ട സമയത്ത് വിൽക്കരുതായിരുന്നു. 100 മില്യൺ നമുക്ക് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിട്ടിയാണ്. അപ്പം ഈ ഒരു സീസണിൽ ബ്രൂണോ ഈ രീതിയിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു, നമുക്ക് എങ്ങനെയും വിറ്റ് ഒഴിവാക്കണമെന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേനും ബ്രൂണോയ്ക്ക് ആര് കാശ് തരും? 50 മില്യൺ കിട്ടുമോ? ഇതാ പറഞ്ഞ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ നമ്മുടെ ക്ലബ്ബ് മോശമാണെന്ന്, അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ടീമിൻ്റെ ഡിസിഷൻ മേക്കിംഗ് മോശമാണെന്ന് അതാ പറഞ്ഞേ. അല്ലാതെ വന്ന പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയിലല്ല പ്രശ്നം. ഇന്ന് നമ്മൾ ഗോൾ സ്കോർ ചെയ്തല്ലോ, ഇന്ന് നമ്മൾ ഗോൾ സ്കോർ ചെയ്തു. ഇതിലൊക്കെ എന്ത് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണുള്ളത്, എന്ത് ചാൻസ് ക്രിയേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കെയോസ്, ഭയങ്കര ആ ഒരു എന്നാ പറയുന്നത്, വെപ്രാളവും ബഹളവും ഒച്ചപ്പാടും ആ ഒരു തിക്കിത്തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയും തട്ടിമുട്ടി ഗോളുകൾ സ്കോർ ചെയ്യുക. കൺവിൻസിങ് അല്ല ഒട്ടും. നമ്മുടെ ഗോൾ സ്കോറിങ്ങിൻ്റെ അല്ലെങ്കിൽ ചാൻസ് ക്രിയേഷനും ഗോൾ സ്കോറിങ്ങും അത്ര കൺവിൻസിങ് അല്ല. ഇതിൽ പ്ലെയേഴ്സിനും അതുപോലെ തന്നെ മാനേജറിനും എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ മാനേജറിൻ്റെ ജോലിയായിരിക്കും ആദ്യം പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മുടെ ഡിഫൻസ്, നമ്മുടെ മിഡ്ഫീൽഡ്, നമ്മുടെ വിങ് ബാക്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ വിങ് ബാക്സ് എത്ര ചാൻസസ് ക്രിയേറ്റ് ചെയ്യും? നല്ല ചാൻസസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൽ പ്രശ്നം ഉണ്ട്. ആ ഒരു ഫുട്ബോളിംഗ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമുക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇനി ആരും ദയവ് ചെയ്ത് ആ ഒരു XGയുടെ കണക്കൊന്നും പറയരുത്. നമ്മൾ ഓരോ മാച്ചും തോറ്റുകൊണ്ടിരിക്കുക. തോറ്റ് നമ്മൾ 13ാം സ്ഥാനത്തായി. റെലിഗേഷൻ ബാറ്റിലേഴ്സ് നമ്മൾ പറഞ്ഞത്. നമ്മളെ നോക്കി ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതാണോ റീബിൽഡ്? ഇതാണോ ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ്? എത്ര നാൾ ബാക്ക് ചെയ്യും? നമ്മൾ പ്രോപ്പർ റീബിൽഡിലൂടെ കടന്നു പോയാൽ പറ്റത്തുള്ളൂ. നമ്മളൊന്നും ആയിട്ടില്ല. നമ്മുടെ ആ ഒരു ഫ്രണ്ട് ലൈൻ മാത്രം നമ്മളൊരു റീബിൽഡ് നടത്തിയിട്ടുണ്ട്, ആ 3 പ്ലെയേഴ്സ്. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഡോർഗു ആണോ നമ്മുടെ സൊല്യൂഷൻ? അൽവാരോ കരേരാസ് നമ്മൾ 7 മില്യന് നമ്മൾ കൊടുത്തിട്ട് 30 മില്യൺ യൂറോസിന് കൊണ്ടുവന്ന പ്ലെയറാണ് ഡോർഗു. ഇതാ ഞാൻ പറഞ്ഞ ഫുട്ബോളിംഗ് ഡിസിഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെന്നം കമൻസ് ആയിട്ട് ഇടുക. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നമ്മുടെ ടീമിൻ്റെ കൂട്ടത്തിൽ തന്നെ GGMU.